നമുക്ക് പോകാൻ വീഡിയോയിലേക്ക്. കമോൺ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ബുക്കോ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബസ്സിനെ പറ്റി തന്നെ പറയാം. ബുക്കോയ്ക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ബസ് പ്രാന്തന്മാരുടെ അല്ലാതെ വണ്ടി പ്രാന്തന്മാരുടെ ഒരു പ്രധാന ആഗ്രഹം എന്താണ്? വീട്ടുമുറ്റത്തൊരു ബസ്. അപ്പൊ നമുക്ക് ബസ് എങ്ങനെ ഉണ്ടായത്, ആദ്യം ബസ് എങ്ങനെ വന്നു എന്നുള്ള കോൺസെപ്റ്റിലൂടെ. എങ്ങനെ വന്നേ? 1662 ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് നമ്മുടെ ബസ്. ബസ് കണ്ടുപിടിച്ചത് പിന്നെ നമുക്ക് ഒരു 1865 ആയപ്പോഴത്തേക്ക് കാൾ ബെൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മോട്ടോർ ബസ് ഉണ്ടാക്കി. പക്ഷെ അതിന് മുമ്പേ നമുക്കൊരു 8 പേര് പാസഞ്ചർ ആയിട്ടും ഒരാൾ ഡ്രൈവറായിട്ടും അങ്ങനെ 9 സീറ്റുള്ള ബസ്സായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ 49 സീറ്റ് ഉണ്ട്, 52 സീറ്റിന്റെ ഉണ്ട്, 52 ഉണ്ടോ കാണുമായിരിക്കും. പിന്നെ ഡബിൾ ഡെക്കർ ഉണ്ട്, ഇഷ്ടം പോലെ ബസ് അല്ലേ ഇറങ്ങുന്നത്. അപ്പൊ മിക്കി പോകുന്ന ബസ് എത്ര സീറ്റ് ആയിരിക്കും? അതെനിക്കറിയില്ല. ട്രാൻസ്പോർട്ട് ബസ്സിൽ എത്ര സീറ്റാ? ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോ ഇതൊക്കെ അറിയണ്ടേ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ബസിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത്ര സീറ്റ്, പിന്നെ പുകവലി പാടില്ല, കൈ തന്നെ പുറത്തിട്ടരുത്. ഇതൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളൊരു യാത്രക്കാരെന്ന നിലയ്ക്ക് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? സോറി, യാത്ര ചെയ്യാ പോവാ വരിക, അതേ ഉള്ളു എന്റെ ഒരു ഇത്. അപ്പൊ എത്ര സീറ്റുള്ള? 49 സീറ്റ് ആയിരിക്കും. നമുക്ക് ബസ്സിൽ കേറാൻ നോക്കിയാ പോലെ സീറ്റൊക്കെ. അവൻ ബസ്സിലൊന്നും അല്ല പോകുന്നത്, അവൻ സ്കൂട്ടിയിലാ പോകുന്നത്. ചിലപ്പോ നമുക്ക് ബസ്സിലൊക്കെ പോകേണ്ടി വരും. ചുമ്മാ എന്നിട്ട് എങ്ങനെയാ മോഡേൺ ബസ്സസ് ഒക്കെ വന്നേ? മോഡേൺ ബസ്സസ് ഒക്കെ നമ്മുടെ കാൾഫൻസ് കൊണ്ടുവന്നതാണ് നമ്മുടെ മോട്ടോർ ബസ്. പിന്നെ ഡീസൽ ബസ് ഒക്കെ എന്നാ ഉണ്ടായത്? ഡീസൽ ബസ് ഒക്കെ അതിനുശേഷമാണ് ബസ് ഉണ്ടായത്. 1900 കഴിഞ്ഞിട്ട്. അത് അങ്ങനെയല്ലേ? 1900 BC അല്ല, 1900 19ാമത്തെ നൂറ്റാണ്ടിലാണ് ഈ ടൈപ്പ് ബസ്സുകൾ വന്നു തുടങ്ങിയത്. ഇപ്പൊ പല വെറൈറ്റി ബസ്സുകളാണല്ലോ. ഇപ്പൊ മോട്ടോർ ബസ് ഉണ്ട്, ഇലക്ട്രിക് ബസ് ഉണ്ട്. പറഞ്ഞില്ല, മോട്ടോർ ബസ് ഉണ്ട്, ഇലക്ട്രിക് ബസ് ഉണ്ട്, പിന്നെന്താ ഡീസൽ ബസ് ഉണ്ട്, പെട്രോൾ ബസ്. അത് കണ്ടുപിടിക്കണം. അല്ല, നമുക്ക് വെള്ളം ഒഴിച്ചോടുന്ന ബസ് കണ്ടുപിടിക്കണം. അതൊരു കോൺസെപ്റ്റാണ്. ഗ്യാസ് ബസ് ഉണ്ടല്ലോ. ഉണ്ട്. CNG ഇപ്പൊ നമ്മുടെ KSRTC തന്നെ CNG ബസ് കുറെ ഉണ്ടാക്കി വിടുന്നുണ്ട്. പഴയ ബസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് പുതുക്കിയായി സെറ്റാക്കി വിടുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബസ്. നമുക്ക് പാട്ടൊക്കെ കേട്ട് സിനിമയൊക്കെ കണ്ട് ലാവിഷായിട്ട്. ഇപ്പോഴത്തെ KSRTC ബസ്സിലും പാട്ടൊക്കെ ഉണ്ടേ. ഇപ്പോഴത്തെ KSRTC ബസ്സിൽ പാട്ടുണ്ടെങ്കിൽ അത് ചില സമയത്ത് ഇടത്തില്ല. ഇപ്പൊ പുതിയ നിയമമൊക്കെ ഉണ്ടല്ലോ, ബസ്സിനകത്ത് പാട്ടിടരുത്. ബസ്സിനെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ബസ്സിനെ പറ്റി നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റും.